വനത്തിലെ കാഴ്ചകൾ തേടി പോകേണ്ട, ചിലപ്പോൾ പ്രകൃതി തന്നെ വീട്ടുമുറ്റത്തേക്ക് എത്തുമെന്നതിന്റെ ഉദാഹരണമാണ് കോതമംഗലം വെളിയേച്ചാലിൽ നിന്നുള്ള ഈ കാഴ്ച. മുട്ടിപ്പഴം എന്ന് കേട്ടിട്ടുണ്ടോ? കാട്ടിൽ മാത്രം സുലഭമായ ആ മുട്ടിപ്പഴം കാണണമെങ്കിൽ വെളിയേച്ചാലിലെ ജോയിയുടെ വീട്ടിലെത്തിയാൽ മതി. വനത്തിൽ മാത്രം സാധാരണയായി കാണുന്ന മൂട്ടിപ്പഴം വീട്ടുമുറ്റത്ത് തനിയെ മുളച്ച് വളർന്നു കാഴ്ചയിരിക്കുന്ന അപൂർവ കാഴ്ചയാണ് ഇവിടെയുള്ളത്. വെളിയേൽച്ചാൽ സ്വദേശി ജോയിയുടെ വീട്ടിലാണ് കൗതുക കാഴ്ച. മൂട്ടിപ്പഴമരം കായ്ച്ചതോടെ പഴുത്തു ചുവന്ന കായകൾ കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ വർഷമാണ് മൂട്ടിപ്പഴം ആദ്യമായി കായ്ച്ചത്. അപ്പോഴാണ് ഇത് വനത്തിൽ കാണപ്പെടുന്ന മൂട്ടിപ്പഴമാണെന്ന് മനസ്സിലായതെന്ന് ജോയി പറയുന്നു. ഇപ്പോൾ മരത്തിൽ നിറയെ പഴങ്ങളുണ്ട്. മൂത്തുപഴുത്തപ്പോൾ ചുവന്ന നിറത്തിലേക്ക് മാറിയ കായകൾ കാഴ്ചയ്ക്കും നല്ല കൗതുകമാണ് സമ്മാനിക്കുന്നത്. വനത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം വീട്ടുമുറ്റത്തെത്തിയതുപോലെയാണ് ഈ കാഴ്ച. ജനുവരിയോടെ പൂത്തു തുടങ്ങും. ജൂൺ ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കാം. പുളിയും മധുരവും ഇടകലർന്ന രുചിയാണുള്ളത്. തനിയെ വളർന്ന മരമാണെന്നും കഴിഞ്ഞ വർഷം കായ്ച്ചപ്പോഴാണ് ഇത് മൂട്ടിപ്പഴമാണെന്ന് മനസ്സിലായതെന്നും ഔഷധ ഗുണമുള്ള ഈ പഴം തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് വിപണനം ചെയ്യാൻ കർഷകർ രംഗത്ത് വരണമെന്നും വീട്ടുടമ ജോയി പറഞ്ഞു. പ്രകൃതിയുടെ സ്വന്തം രീതിയിൽ വളർന്ന ഈ മരം സംരക്ഷിച്ചാൽ അപൂർവ സസ്യങ്ങൾക്കും നമ്മുടെ വീടുകളിൽ ഇടമുണ്ടാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എൻ്റെ പുറകെ കാണുന്ന വൃക്ഷം ഒരു മൂട്ടി ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫലം തരുന്ന വൃക്ഷമാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് വനമേഖലയിലാണ്. വനമേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെയോ എൻ്റെ അടുക്കള വശത്ത് ഇത് ഉണ്ടാവുകയും പിന്നെ ഞങ്ങളിത് എന്താണെന്ന് മനസ്സിലാകാതെ കുറേ കാലം അതിനെ സംരക്ഷിച്ച് പോരുകയും ചെയ്തായിരുന്നു. ഏത് വൃക്ഷമാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ വന്ന് കഴിഞ്ഞ കൊല്ലം അത് പൂക്കുകയും പിന്നീടാണ് മനസ്സിലായത് ഇതൊരു മൂട്ടി ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്ന വളരെയേറെ മെഡിസിനൽ ഗുണമുള്ള ഒരു നല്ല ഫലം കിട്ടുന്ന ഒരു വൃക്ഷമാണെന്ന് മനസ്സിലായത്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഇത് ധാരാളം കായ്ച്ചിരുന്നു. ഇതൊരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ പൂവിടയിൽ. നല്ല രസമാണ് ആ പൂവ് കാണാൻ തന്നെ. ഒരു പിങ്ക് റെഡോട് കൂടിയുള്ളൊരു പൂവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കായ ആദ്യം ഉണ്ടാവുകയും ഇതൊരു ഫലം നമുക്ക് ഫുള്ളായിട്ട് ഇത് കിട്ടുന്നതിന് ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കിട്ടുകയുള്ളൂ. വളരെ ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ തൈകൾ കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ അടുക്കള വശത്ത് ഇത് എങ്ങനെയോ അപൂർവമായിട്ട് വന്ന് മുളച്ചതാണ്. അതിന് ശേഷമാണ് നമുക്കിതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇത് നല്ലൊരു മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു ഫ്രൂട്ട് ഇനം തൈ തന്നെയാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് റംബുട്ടാനും മംഗോസ്റ്റിൻ പോലെ കൃഷി ചെയ്ത് ഇതിൻ്റെ ഫലം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ കൊടുത്ത് നല്ല ഒരു ബിസിനസ് ഫ്യൂച്ചറിൽ ബിസിനസ് കൊണ്ടുവരാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. റംബുട്ടാനും മംഗോസ്റ്റിനും പോലെ തന്നെ വില കിട്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം അതിലേറെ മെഡിസിനലായിട്ടാണ് ഇത് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഒത്തിരിയേറെ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടായതുകൊണ്ട് മാർക്കറ്റിൽ ഇത് ആവശ്യക്കാരേറെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു കൊമേഴ്സ്യൽ കൃഷിയായിട്ട് എടുത്തുകൊണ്ട് കൃഷി ചെയ്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കർഷകരോട്, പ്രത്യേകിച്ച് കർഷകർ ഇതും ഒരു കൃഷിയായിട്ട് ഫ്രൂട്ട് കൃഷിയായിട്ട് ഇതിനെ നട്ട് അതിൻ്റെ ഫലമെടുത്ത് വിളവെടുത്ത് നമുക്ക് ഒരു ധനശേഖരണം നടത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്.